ഒരുമനയൂരിൽ റോഡിലേക്ക് നാടൻ ബോംബെറിഞ്ഞ സംഭവത്തിൽ യുവാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ബോംബെറിഞ്ഞത് മാതാവുമായുള്ള തർക്കത്തെ തുടർന്നാണെന്ന് പ്രതിയുടെ മൊഴി. പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള നീക്കത്തിൽ നിന്ന് ടോൾ കമ്പനി പിന്മാറി. പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് കമ്പനിയുടെ പിന്മാറ്റം. പാലിക്കര ടോൾ പ്ലാസയിൽ നിന്ന് അനുവദിച്ചിരുന്ന സൗജന്യ യാത്രാ പാസിന്റെ കാലാവധി 1 വർഷമാക്കി. തൃശൂരിന് ഇന്ന് 75ാം പിറന്നാൾ. ജില്ലയിൽ വ്യാപകമായി ആഘോഷ പരിപാടികൾ. തൃശൂർ ജില്ലയിൽ വീണ്ടും മഴ ശക്തമാകുന്നു. ചാവക്കാട് ഇരട്ടപ്പുഴയിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് 3 പേർക്ക് പരിക്ക്. തൃശൂർ റേഞ്ചിലെ 32 കള്ളുഷാപ്പുകൾ നഷ്ടത്തെ തുടർന്ന് അടച്ചുപൂട്ടിയിട്ട് 1 മാസം പിന്നിടുന്നു. വർഷങ്ങളായി ഈ മേഖലയിൽ പണിയെടുത്തിരുന്ന 200ഓളം തൊഴിലാളികൾ ഉപജീവന മാർഗമില്ലാതെ പ്രതിസന്ധിയിൽ. വാർത്തകൾ വിശദമായി. ഒരുമനയൂരിൽ റോഡിലേക്ക് നാടൻ ബോംബെറിഞ്ഞ സംഭവത്തിൽ യുവാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. മാതാവുമായുള്ള തർക്കത്തെ തുടർന്നാണ് ബോംബ് റോഡിലേക്ക് എറിഞ്ഞതെന്ന് പ്രതി മസ്താൻ ഷെഫീഖിന്റെ മൊഴി. വീട്ടിൽ ബോംബ് സൂക്ഷിച്ചത് മാതാവ് ചോദ്യം ചെയ്തതോടെ മദ്യലഹരിയിൽ ഷെഫീഖ് ബോംബ് റോഡിലേക്ക് എറിയുകയായിരുന്നു. ചാവക്കാട് ഒരുമനയൂർ 6ാം വാർഡ് ശാഖ റോഡിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് 2:15 ഉഗ്രശബ്ദത്തോടെ നാടൻ ബോംബ് പൊട്ടിത്തെറിച്ചത്. ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ പ്രദേശവാസികൾ റോഡിൽ പുക ഉയരുന്നതാണ് കണ്ടത്. ഇവർ ചാവക്കാട് പോലീസിന് വിവരം കൈമാറി. തുടർന്നുള്ള അന്വേഷണത്തിലാണ് മണ്ണുത്തി സ്വദേശിയും 2 വർഷമായി ഒരുമനയൂരിലെ താമസക്കാരനുമായ ഷെഫീഖ് പിടിയിലാകുന്നത്. 20ലധികം കേസുകളിൽ പ്രതിയാണ് മസ്താൻ ഷെഫീഖ്. 4 മാസം മുമ്പ് ബോംബ് നിർമ്മിച്ച് വീടിന് മുകളിൽ സൂക്ഷിക്കുകയായിരുന്നു. ഷെഫീഖിന്റെ വീട്ടിൽ തൃശൂരിൽ നിന്നുള്ള ബോംബ് സ്ക്വാഡ് സംഘം പരിശോധന നടത്തി. കരിങ്കൽ ചീളും കുപ്പിച്ചില്ലും വെടിമരുന്നും തുണിയിൽ കൂട്ടിക്കെട്ടിയാണ് നാടൻ ബോംബ് നിർമ്മിച്ചത്. ഇയാളെക്കുറിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് പറഞ്ഞു. പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള നീക്കത്തിൽ നിന്ന് ടോൾ കമ്പനി പിന്മാറി. പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനം. ഇന്നു മുതൽ ടോൾ പിരിക്കാനായിരുന്നു കമ്പനിയുടെ നീക്കം. നേരത്തെ ചർച്ചകൾക്കൊടുവിൽ ടോൾ പ്ലാസയ്ക്ക് സമീപത്തെ 6 പഞ്ചായത്തുകളിലെ യാത്രക്കാർക്കാണ് സൗജന്യം അനുവദിച്ചിരുന്നത്. പിന്നീടാണ് സൗജന്യം അനുവദിക്കില്ലെന്ന നിലപാട് കമ്പനി സ്വീകരിച്ചത്. ടോൾ പിരിക്കാനുള്ള കമ്പനി നീക്കത്തിനെതിരെ ജനകീയ വേദി ഉൾപ്പെടെ വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നത്. വാഹന ഉടമകളുടെ തിരക്ക് നിയന്ത്രിക്കാനാവാത്ത സാഹചര്യത്തിൽ പാലിക്കര ടോൾ പ്ലാസയിൽ നിന്ന് അനുവദിച്ചിരുന്ന സൗജന്യ യാത്രാ പാസിന്റെ കാലാവധി 1 വർഷമാക്കി. ടോൾ പ്ലാസയുടെ 10 കിലോമീറ്റർ ചുറ്റളവിൽപ്പെടുന്ന വാഹനങ്ങൾക്കുള്ള യാത്രാ സൗജന്യത്തിന്റെ സമയപരിധിയാണ് നീട്ടിയത്. നേരത്തെ ഇത് 6 മാസമായിരുന്നു. ജൂൺ 1 മുതൽ സമർപ്പിച്ച അപേക്ഷകർക്കെല്ലാം പുതിയ പരിഷ്കാരം ബാധകമാകും. പുതിയ പാസിന് അപേക്ഷിച്ചവർക്കും നിലവിലെ പാസ് പുതുക്കാനെത്തുന്നവർക്കും 1 വർഷത്തേക്ക് യാത്രാ സൗജന്യം ലഭിക്കും. ജൂൺ 1 മുൻപ് പാസ് പുതുക്കിയവർ 6 മാസത്തിനകം വീണ്ടും പുതുക്കണം. തുടർന്ന് ഇവർക്കും 1 വർഷത്തെ കാലാവധി ലഭിക്കും. വാഹന ഉടമകൾ ആധാർ, വാഹനത്തിന്റെ RC ബുക്ക്, റേഷൻ കാർഡ് എന്നിവയുടെ പകർപ്പുമായി എത്തിയാൽ പാസ് എടുക്കാം. നേരത്തെ 6 മാസം കൂടുമ്പോൾ വാഹന ഉടമകൾ രേഖകളുമായി ടോൾ പ്ലാസയിൽ കാത്തുനിന്ന് പാസ് എടുക്കേണ്ട സ്ഥിതിയായിരുന്നു. 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള പഞ്ചായത്ത് നിവാസികൾ താമസ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന വ്യവസ്ഥ ഒഴിവാക്കിയിട്ടുണ്ട്. തൃശൂരിന് ഇന്ന് 75ാം പിറന്നാൾ. തൃശൂർ ജില്ലയുടെ രൂപീകരണത്തിന് മുൻപ് ഇന്നത്തെ തൃശൂരിന്റെ സിംഹഭാഗവും കൊച്ചിയിലായിരുന്നു. എന്നാൽ ഇന്നത്തെ ചാവക്കാട് താലൂക്ക് മലബാറിലെ പൊന്നാനിയായിരുന്നു. കൊച്ചിയെ കോവിലകത്തും വാതുക്കൽ എന്ന 10 താലൂക്കുകളായി വിഭജിച്ചിരുന്നു. 1860 ഇത് പുനഃസംഘടിപ്പിച്ച് താലൂക്കുകളുടെ എണ്ണം 6 കുറച്ചു. പിന്നീട് തിരുകൊച്ചി സംയോജനത്തെ തുടർന്നാണ് 1949 ജൂലൈ 1 തൃശൂർ ജില്ല രൂപം കൊണ്ടത്. തൃശൂർ, മുകുന്ദപുരം, കുന്നംകുളം, തലപ്പിള്ളി, ചാവക്കാട്, കൊടുങ്ങല്ലൂർ, ചാലക്കുടി തുടങ്ങിയവയാണ് ഇപ്പോഴത്തെ താലൂക്കുകൾ. കേരളത്തിന്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മണ്ഡലങ്ങളിലെല്ലാം തൃശൂരിന് വേറിട്ടതും പ്രധാനപ്പെട്ടതുമായ സ്ഥാനമുണ്ട്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമെന്ന വിശേഷണം തൃശൂരിനാണ്. ലോകം വിസ്മയത്തോടെ കാണുന്ന തൃശൂർ പൂരവും തൃശൂരിന്റെ അഭിമാനമാകുന്നു. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നു. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നീ നിയമങ്ങളാണ് നിലവിൽ വന്നത്.
IPC, CRPC എന്നിവയ്ക്ക് പകരമായാണ് ഈ നിയമങ്ങൾ. കുട്ടികളെ ബലാത്സംഗം ചെയ്താൽ ക്രിമിനൽ നിയമം അനുസരിച്ച് വധശിക്ഷ വരെ ലഭിക്കാം. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കുന്നത് ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ക്രിമിനൽ കുറ്റമാകും. ആൾക്കൂട്ട ആക്രമണവും പുതിയ കുറ്റമാണ്. പ്രാബല്യത്തിൽ വന്ന പുതിയ ക്രിമിനൽ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ. നിയമങ്ങൾ സംബന്ധിച്ച പ്രത്യേക പരിശീലനം പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയതായും സാങ്കേതികമായ തുടക്കം സേന സജ്ജമെന്നും കമ്മീഷണർ TCVയോട് പറഞ്ഞു. തൃശൂർ ജില്ലയിലുള്ള എല്ലാവർക്കും സ്വാഗതം പറയാൻ കാരണം ഇന്ന് തൊട്ട് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം ഇപ്പോൾ BNS, BNSS, BSA എന്ന് പറയുന്ന പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഇന്ത്യ മുഴുവൻ നടപ്പിലായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂർ സിറ്റി പോലീസ് ജില്ലയിലുള്ള എല്ലാ പോലീസുകാർക്കും നല്ല രീതിയിൽ പരിശീലനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള കമ്പ്യൂട്ടർ വഴി കേസ് അന്വേഷണം ചെയ്യുന്നതിലും കമ്പ്യൂട്ടറിലും അതിനാവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ നാം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തൊട്ട് തൃശ്ശൂർ ജില്ലയിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഈ പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രകാരം ഉള്ള കേസുകളും അന്വേഷണങ്ങളും ഒരു തടസ്സമില്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ജില്ലയിൽ വീണ്ടും മഴ ശക്തമാകുന്നു. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ മഴ ലഭിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി ഇടിമിന്നലോടെയാണ് മഴ ലഭിച്ചത്. മഹാരാഷ്ട്ര മുതൽ കേരള തീരം വരെ ഏതാനും ദിവസം മുമ്പ് രൂപപ്പെട്ട ന്യൂനമർദ്ദപാത്തി ഇന്നലെ ദുർബലമായെങ്കിലും ഇന്ന് വീണ്ടും സജീവമായി. ചാവക്കാട് ഇരട്ടപ്പുഴയിൽ വീടിനു മുകളിൽ തെങ്ങ് വീണ് 3 പേർക്ക് പരിക്കേറ്റു. പുതുവീട്ടിൽ ഷറഫുദ്ദീന്റെ വീടിനു മുകളിലേക്കാണ് തെങ്ങ് വീണത്. ഷറഫുദ്ദീന്റെ ഭാര്യ താഹിറയുടെ സഹോദരിമാരായ സുബൈദ, ഷമീറ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ശക്തമായ കാറ്റിൽ വീടിനു പുറകിൽ നിന്നിരുന്ന തെങ്ങാണ് ഓടുമേഞ്ഞ വീടിനു മുകളിൽ വീണത്. അകത്ത് ഹാളിൽ ഉറങ്ങിക്കിടന്നിരുന്നവർക്കാണ് പരിക്കേറ്റത്. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി C. മുസ്താഖ് അലി, കടപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നളിനാക്ഷൻ, ഇരട്ടപ്പുഴ ഒരുമനയൂർ സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് KG വിജേഷ്, ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ PA നാസർ, സജീവ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. തൃശൂർ റേഞ്ചിലെ ചേറ്റുപുഴ മുതൽ പീച്ചി വരെയുള്ള 32 കള്ളുഷാപ്പുകൾ നഷ്ടത്തെ തുടർന്ന് അടച്ചുപൂട്ടിയിട്ട് 1 മാസം പിന്നിടുന്നു. വർഷങ്ങളായി ഈ മേഖലയിൽ പണിയെടുത്തിരുന്ന 200ഓളം തൊഴിലാളികൾ ഉപജീവന മാർഗമില്ലാതെ പ്രതിസന്ധിയിൽ. വിൽപ്പന കുറഞ്ഞ് നഷ്ടത്തിലായതോടെയാണ് കള്ളുഷാപ്പുകൾ അടച്ചുപൂട്ടിയത്. പ്രശ്നപരിഹാരത്തിന് ലൈസൻസികളും ട്രേഡ് യൂണിയൻ നേതാക്കളും തമ്മിൽ ചർച്ച നടത്തിയെങ്കിലും വിജയിച്ചില്ല. റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ മാസത്തിൽ 5 ദിവസം തൊഴിലാളികൾക്ക് വേതനമില്ലാത്ത അവധി നൽകുന്നതുൾപ്പെടെ ചർച്ച ചെയ്തിരുന്നു. എന്നാൽ തൊഴിലാളികൾക്ക് 15 ദിവസമെങ്കിലും വേതനമില്ലാത്ത അവധി നൽകണമെന്ന് ലൈസൻസികൾ ആവശ്യപ്പെടുകയായിരുന്നു. ഇത് നേതാക്കളും തൊഴിലാളികളും അംഗീകരിക്കാതായതോടെ തൊഴിലാളികൾക്ക് ഇതുവരെയുള്ള ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകി ലൈസൻസികൾ ഷാപ്പ് അടച്ചുപൂട്ടുകയായിരുന്നു. വാറ്റും വ്യാജമദ്യ വിൽപ്പനയുമാണ് ഷാപ്പുകളിൽ കള്ളുവിൽപ്പന കുറയാൻ കാരണമെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കളും തൊഴിലാളികളും ആരോപിച്ചു. ഷാപ്പ് ലേലത്തിൽ വെച്ച് പുതിയ ലൈസൻസിയെ കണ്ടെത്തുകയോ തൊഴിലാളി സമിതിയെ ഏൽപ്പിക്കുകയോ ചെയ്താലാണ് പ്രതിസന്ധിക്ക് പരിഹാരമാകുക. ഈ സാഹചര്യത്തിൽ ഷാപ്പുകൾ ഉടൻ ലേലം ചെയ്ത് തൊഴിലാളികളുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി യൂണിയൻ INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KK പ്രകാശൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, തൃശൂർ. സംസ്ഥാനത്തെ സർവകലാശാലകളിലെ 4 വർഷ ബിരുദ കോഴ്സുകൾക്ക് തുടക്കമായി. ഇനി മുതൽ ഒന്നുകിൽ സാധാരണ പോലെ 3-ാം വർഷം കോഴ്സ് അവസാനിപ്പിച്ച് ബിരുദം നേടാം, അല്ലെങ്കിൽ 4-ാം വർഷവും കോഴ്സ് തുടർന്ന് ഓണേഴ്സ് ബിരുദം നേടാം. ഗവേഷണത്തിന് താൽപ്പര്യമുള്ളവർക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദധാരികളാകാം. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായാണ് മാറ്റം. ഇഷ്ടമുള്ള വിഷയങ്ങളുടെ കോമ്പിനേഷൻ തിരഞ്ഞെടുത്ത് സ്വയം കോഴ്സ് രൂപകൽപ്പന ചെയ്യാനാകുന്ന തരത്തിലാണ് കരിക്കുലം. ഒരു വിഷയത്തിലും ആഴത്തിലുള്ള അക്കാദമിക പഠനം സാധ്യമാവില്ലെന്ന ആശങ്ക വിദ്യാഭ്യാസ വിദഗ്ധർ ഉന്നയിക്കുന്നുണ്ട്. വേണ്ടത്ര മുന്നൊരുക്കങ്ങളില്ലെന്ന വിമർശനവുമുണ്ട്. പാചകവാതക വിലയിൽ നേരിയ കുറവ്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വിലയിലാണ് കുറവ്. ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന 19 കിലോ സിലിണ്ടറിന് 31 രൂപയാണ് കുറഞ്ഞത്. 1655 രൂപയാണ് പുതുക്കിയ വില. കഴിഞ്ഞ ദിവസം ചെറുതുരുത്തിയിൽ നിന്നും കാണാതായ വയോധികന്റെ മൃതദേഹം കണ്ടെത്തി. ഒറ്റപ്പാലം തോട്ടക്കര അച്ചത്തുവീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ മൃതദേഹമാണ് ദേശമംഗലം ചങ്ങന്നാംകുന്ന് തടയണയിൽ ഇന്ന് രാവിലെ കണ്ടെത്തിയത്.
ആറങ്ങോട്ടുകരയിലുള്ള മകളുടെ വീട്ടിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയതാണ് ഇദ്ദേഹം. തുടർന്ന് ബന്ധുക്കൾ ഇദ്ദേഹത്തെ കാണാതായതായി പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. ചെറുതുരുത്തിയിൽ കൊച്ചിൻ പാലത്തിൽ നിന്നും ഒരാൾ പുഴയിലേക്ക് ചാടിയിട്ടുണ്ട് എന്ന വിവരത്തെ തുടർന്ന് 2 ദിവസമായി തിരച്ചിൽ നടത്തുകയായിരുന്നു. ബന്ധുക്കളെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞു. പോന്നൂരിൽ അയൽവാസിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. കരിമ്പുവളപ്പിൽ സജിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് അയൽവാസി ചക്കപ്പറമ്പിൽ വീട്ടിൽ പ്രകാശനെ പേരാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാത്രിയാണ് സംഭവം. പ്രകാശിന്റെ വീട്ടിലെ ജനൽ കല്ലെറിഞ്ഞ് പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട് അയൽവാസിയായ സജിയുമായി വാക്കുതർക്കം നടന്നിരുന്നു. തുടർന്ന് പ്രകാശൻ സജിയുടെ കഴുത്തിലും പുറത്തും കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. പരിക്കേറ്റ സജിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രകാശിനെതിരെ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തത്. 1000-ലേറെ പുസ്തകങ്ങളുടെ ശേഖരവുമായി അന്തിക്കാട് ഗവൺമെന്റ് LP സ്കൂളിലെ ലൈബ്രറി. കുട്ടിക്കഥകളുടെയും കുട്ടിക്കവിതകളുടെയും വലിയ ശേഖരമാണ് ഈ വിദ്യാലയത്തിലുള്ളത്. കുട്ടികൾ വായിക്കുന്ന കുഞ്ഞു കഥകളുടെ രസകരമായ ദൃശ്യാവിഷ്കാരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പാടിപ്പതിഞ്ഞ കവിതകളുടെ കാവ്യാവിഷ്കാരവും ഇതിഹാസ കഥകളുടെ ദൃശ്യാവിഷ്കാരവും ഈ ലൈബ്രറിയെ വേറിട്ടതാക്കുന്നു. കുട്ടികളെ സർഗാത്മകതയുള്ളവരാക്കാനും സാഹിത്യരചനയിലേക്ക് അവരെ നയിക്കാനും അധ്യാപകരുടെ ഭാഗത്തു നിന്ന് കാര്യമായ ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. കുട്ടികൾക്ക് കൂടുതൽ പേർക്ക് ഇഷ്ടപ്പെടുന്ന കഥകൾ, അതുപോലെ കൂടുതൽ പ്രാധാന്യമുള്ള കവിതകളൊക്കെ നമ്മൾ അതിൻ്റെ ദൃശ്യാവിഷ്കാരം നടത്തി വീഡിയോസ് കുട്ടികൾക്ക് തന്നെ അയച്ചു കൊടുക്കും. രക്ഷിതാക്കൾക്കും അയച്ചു കൊടുക്കാറുണ്ട്. അത് കുട്ടികൾക്ക് വായനയോട് ഒരു കൂടുതൽ ഇഷ്ടം ഉണ്ടാക്കാൻ, കൂടുതൽ താല്പര്യം ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാ കുട്ടികളും വായനയുടെ ലോകത്തേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. കുഞ്ഞുനാളിലെ വായനാ ലോകവുമായുള്ള സഹവാസം കുട്ടികളെ മതനിരപേക്ഷതയിൽ അടിയുറച്ചവരാക്കുമെന്ന പ്രതീക്ഷയിലാണ് അധ്യാപകർ. കുട്ടികളുടെ രചനകൾ ജനങ്ങളിലെത്തിക്കാൻ വാർത്താജാലകം എന്ന ഓൺലൈൻ ന്യൂസ് ചാനൽ തുടങ്ങാനും അധ്യാപകർ ഒരുങ്ങിക്കഴിഞ്ഞു. ഓരോ ക്ലാസ്സിലെയും വിദ്യാർത്ഥികളെ ലൈബ്രറിയിൽ കൊണ്ടുവന്ന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാഹിത്യ പ്രവർത്തനങ്ങൾക്ക് അവസരം നൽകുകയാണ് അധ്യാപകർ. പ്രധാനാധ്യാപക CV സീന, മറ്റ് അധ്യാപകരായ M നീമ, റിനി ജോസ് കെ, ഹിത പ്രസാദ് എന്നിവരാണ് വായനശാലയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. TCV ന്യൂസ്, തൃശൂർ. 25 വർഷത്തിനു ശേഷം ഇടവേള ബാബു താരസംഘടനയായ അമ്മയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി. കാലങ്ങളായി ഇരിങ്ങാലക്കുടക്കാരനാണ് സംഘടനയെ നിയന്ത്രിച്ചിരുന്നത്. ഇന്നസെന്റ് സംഘടനയുടെ പ്രസിഡന്റും ഇടവേള ബാബു സെക്രട്ടറിയുമായി സംഘടനയെ വലിയ നേട്ടങ്ങളിലെത്തിച്ചു. സംഘടനയിൽ ആവശ്യത അനുവദിക്കുന്നവർക്ക് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകിയത് ഇടവേള ബാബുവിന്റെയും ഇന്നസെന്റിന്റെയും ഭരണകാലത്തിലാണ്. ഒരായുസിന്റെ പകുതിയോളം അഭിനേതാക്കളുടെ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ഇടവേള ബാബു സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുമ്പോൾ തന്നെ നുള്ളി നോവിച്ചവർക്കടക്കം നന്ദി അറിയിച്ചുകൊണ്ടാണ് ഇടവേള ബാബു സോഷ്യൽ മീഡിയ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ ബൈക്കിൽ നിന്ന് വീണ യുവാവിന് പരിക്കേറ്റു. വടക്കേക്കാട് വാഴപ്പിള്ളി വീട്ടിൽ സെബിക്കാണ് പരിക്കേറ്റത്. പാടത്തിന് സമീപം നിയന്ത്രണം വിട്ട ബൈക്കിൽ നിന്ന് വീഴുകയായിരുന്നു. പരിക്കേറ്റ സെബിയെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിപ്പലശ്ശേരി യുവഭാവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികത്തിന്റെ ഭാഗമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. ക്ലബ് പ്രസിഡന്റ് രാഹുൽ, സെക്രട്ടറി ഷിദിൻ, മഹേഷ്, വിഷ്ണു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കരിക്കാട് ഗ്രാമീണ വായനശാലയിൽ വായനാ പക്ഷാചരണം നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം സൗദ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. ഷഫ്ന സദാത്ത്, ഡോക്ടർ ലോഹിതാക്ഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിശ്വഭരൻ, കവി മായമൂട്ടി, വായനശാല പ്രസിഡന്റ് വേണുഗോപാൽ, സെക്രട്ടറി ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. കല്ലുംപുറം ക്രിസ്ത്യൻ കോപ്പറേറ്റീവ് ഫെലോഷിപ്പിന്റെ 19ാമത് വാർഷികവും കുടുംബ സംഗമവും മുതിർന്ന അംഗം PC താരുക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. സിജു ചുമാർ അധ്യക്ഷത വഹിച്ചു. കൺവീനർ ജോസ് വൈദ്യർ, ഫാദർ ഡിൽജോ ഏലിയാസ് കുര്യൻ, ഫാദർ അഫ്രീം അന്തിക്കാട് എന്നിവർ സംസാരിച്ചു. ആദ്യമായി UAE-യിൽ സന്ദർശനത്തിനെത്തിയ മാർത്തോമ സഭയുടെ നവാഭിഷിക്തനായ കുന്നംകുളം സ്വദേശി സഖറിയ മാർ അപ്രേമിന് ജന്മനാട്ടിലെ പ്രവാസികൾ ഷാർജ മാർത്തോമ പള്ളിയിൽ സ്വീകരണം നൽകി.
ഷാർജ മാർത്തോമ ഇടവക വികാരി ഫാദർ രഞ്ജു, കുന്നംകുളം ക്രിസ്ത്യൻ പ്രയർ ഫെലോഷിപ്പ് ലീഡർ റോബിൻ തോലത്ത്, വിൽസൺ ഇട്ടൂപ്പ്, രാജു ചെറുവത്തൂർ, സിലിൻ സൈമൺ, ബെജിത് ജിമിൻ എന്നിവർ സംസാരിച്ചു. ഭർത്താവ് ഒഴിയുന്ന സീറ്റിൽ ഭാര്യ ചുമതലയേൽക്കുന്ന അപൂർവ നിമിഷത്തിന് തൃശൂർ ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസ് സാക്ഷ്യം വഹിച്ചു. കൊടുങ്ങല്ലൂർ സ്വദേശിയായ PB വിനോദ് കഴിഞ്ഞ 3 വർഷമായി തൃശൂർ ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസറായി ജോലി ചെയ്തു വരികയായിരുന്നു. ആലപ്പുഴ ജില്ലാ ഭാഗ്യക്കുറി ഓഫീസറായി വിനോദിന് സ്ഥാനക്കയറ്റം ലഭിച്ചതിനെ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് വിനോദിന്റെ ഭാര്യ സുജാത എത്തിയത്. സർക്കാർ സർവീസിൽ ഭാര്യയ്ക്ക് ഔദ്യോഗിക ചുമതല കൈമാറുകയെന്ന അപൂർവ ഭാഗ്യം വിനോദിനും ഭർത്താവിൽ നിന്നും ചുമതലയേൽക്കാനുള്ള അവസരം സുജാതയ്ക്കും ലഭിച്ചു. കഴിഞ്ഞ 23 വർഷമായി വിനോദും 18 വർഷമായി സുജാതയും ഭാഗ്യക്കുറി വകുപ്പിൽ ജോലി ചെയ്തു വരികയാണ്. പുന്നംപറമ്പ് മച്ചാട് വിദ്വാൻ എളയത് സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് TS കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, വായനശാല സെക്രട്ടറി MN കൃഷ്ണൻകുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ MK ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു. പ്രമുഖ വിവർത്തകനും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന EK ദിവാകരൻ പോറ്റിയുടെ സ്മരണാർത്ഥം കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് വിവർത്തന സാഹിത്യകാരൻ മാങ്ങാട് രത്നാകരൻ അർഹനായി. 20,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ദിവാകരൻ പോറ്റിയുടെ 19ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഈ മാസം 27-ന് കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ സമർപ്പിക്കും. K സച്ചിദാനന്ദൻ ചെയർമാനും ഡോക്ടർ EV രാമകൃഷ്ണൻ, PN ഗോപികൃഷ്ണൻ എന്നിവർ അംഗങ്ങളുമായ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. വാർത്താ സമ്മേളനത്തിൽ പുരസ്കാര നിർണയ സമിതി ചെയർമാൻ K സച്ചിദാനന്ദൻ, സമിതി അംഗം PN ഗോപികൃഷ്ണൻ, ഗ്രാമിക പ്രസിഡന്റ് PK കിട്ടൽ, ട്രഷറർ C മുകുന്ദൻ, ദിവാകരൻ പോറ്റിയുടെ മകൻ E കൃഷ്ണാനന്ദൻ എന്നിവർ പങ്കെടുത്തു. സ്പന്ദനം വടക്കാഞ്ചേരിയുടെ 10ാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവം ഈ മാസം 6 മുതൽ 9 വരെ വടക്കാഞ്ചേരി താളം തിയേറ്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മുൻമന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം ഈ മാസം 9-ന് വൈകിട്ട് ചലച്ചിത്ര സംവിധായകൻ മാധവ് രാംദാസ് ഉദ്ഘാടനം ചെയ്യും. വിവിധ ഭാഷകളിലുള്ള 25ഓളം ചലച്ചിത്രങ്ങളും 25ഓളം ഹ്രസ്വചിത്രങ്ങളും ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിക്കും. സുഭാഷ് പുഴയ്ക്കൽ, ജയൻ മേലേതിൽ, PSA ബക്കർ, MK ഉസ്മാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ് KKTM ഗവൺമെന്റ് കോളേജിലെ 4 വർഷ ബിരുദ കോഴ്സിന്റെ പ്രവേശനോത്സവം നടന്നു. മുസ്രീസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന വിജ്ഞാനോത്സവം മുൻ തൃശൂർ DD ഡോക്ടർ ജോജോ മോൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിന്ദു ശർമിള, നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ, വാർഡ് കൌൺസിലർ PN വിനയചന്ദ്രൻ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ G ഉഷാകുമാരി, IQAC കോർഡിനേറ്റർ ഡോക്ടർ ലൗലി ജോർജ്, PTA വൈസ് പ്രസിഡന്റ് സുനിൽ ദത്ത്, ഓഫീസ് സൂപ്രണ്ട് PC ഷാജി, കോളേജ് യൂണിയൻ പ്രതിനിധി ഋഷികേശ് ബാബു, ഡോക്ടർ രമണി, ഡോക്ടർ വിനയ് ശ്രീ എന്നിവർ സംസാരിച്ചു. ആന്റി റാഗിംഗ് സെൽ കോർഡിനേറ്റർ ഡോക്ടർ EM ഷാജി റാഗിംഗ് വിരുദ്ധ ബോധവൽക്കരണവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം KS സബ്ന 4 വർഷ ബിരുദം സംബന്ധിച്ച ബോധവൽക്കരണവും നടത്തി. ഡോക്ടറാകണമെന്നോ എഞ്ചിനീയർ ആകണമെന്നോ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകണമെന്നോ കോസ്റ്റ് അക്കൗണ്ടന്റ് ആകണമെന്നോ അല്ലെങ്കിൽ മാനേജ്മെന്റ് എക്സ്പെർട്ട് ആവണമെന്നോ വലിയ കമ്പനി ബാങ്കിൽ ഓഫീസർ ആവണം, കോളേജിൽ അധ്യാപകനാവണം, അങ്ങനെ വലിയൊരു ടീച്ചറാവണം, ബിന്ദു ശർമ്മ ടീച്ചറിനെ പോലെ പ്രിൻസിപ്പൾ ആകണം എന്നൊക്കെ നമ്മൾ പറയുമായിരിക്കും. പക്ഷെ നമ്മൾ ആരാകണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണമെന്നാണ് നമ്മുടെ FIUG നിങ്ങളെ പഠിപ്പിക്കുന്നത്. മറ്റാർക്കെങ്കിലും വേണ്ടി പഠിക്കുന്നതല്ല, മറ്റാരെങ്കിലും പോലെ ആകാൻ വേണ്ടിയല്ല. ഞാനായി നിൽക്കണം, അങ്ങനെ 2 കാലിൽ നിൽക്കത്തക്ക രീതിയിൽ കുട്ടികളെ പ്രാപ്തമാക്കുക എന്നതാണ് FIUGയുടെ ലക്ഷ്യം. പെൻഷൻ പരിഷ്കരണ ദിനത്തിന്റെ ഭാഗമായി KSSP-യുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ സബ് ട്രഷറിക്ക് പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് VC കാർത്തികേയൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് PA സെയ്ദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് PN മോഹനൻ, PA മുഹമ്മദ് സഗീർ, KS ദിനരാജൻ, സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ പ്രൊഫസർ KA സിറാജ്, സുധാകരൻ മണപ്പാട്ട്, CH രാജേന്ദ്ര പ്രസാദ് എന്നിവർ സംസാരിച്ചു. പെൻഷൻ പരിഷ്കരണ ദിനമായി ആചരിക്കുകയാണ്. KSSP-യുടെ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുള്ള എല്ലാ ട്രഷറികൾക്കും മുമ്പിലും
ഇന്ന് കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പെൻഷൻ പരിഷ്കരണ ദിനമായി ആചരിക്കുകയാണ്. മറ്റത്തൂർ മൂലംകുളം പാർവണം ട്രസ്റ്റിന്റെ വായനാ പക്ഷാചരണവും അനുമോദന സദസ്സും എഴുത്തുകാരൻ ഇ ഡി ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് പി ആർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പി കെ അജയ്കുമാർ, ട്രസ്റ്റ് സെക്രട്ടറി പി എസ് അഭിലാഷ്, പി ആർ ഷാരിക, സി എസ് അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കോടാലി കൊരേച്ചാൽ ശ്രീ ദുർഗാ കിരാതപർവ ക്ഷേത്രം ട്രസ്റ്റ് അംഗങ്ങളുടെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് കൊച്ചുണ്ണി കർത്തായുടെ അധ്യക്ഷത വഹിച്ചു. സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, രമേശ് പാമേക്കാടൻ, കിരൺ കളപ്പുരയ്ക്കൽ, ജയൻ തുരുത്തുമേൽ എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവരെ യോഗത്തിൽ അനുമോദിച്ചു. കൊടകര കേരള സാധുജന സേവന അംബേദ്കർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗം പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് പി എ നാരായണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം പ്രനില ഗിരീശൻ, ജനറൽ സെക്രട്ടറി സുരേഷ് കുന്നപ്പള്ളി, അഡ്വക്കേറ്റ് ടി ആർ ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് വി സി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. എടക്കഴിയൂർ വീട്ടിലെ കിളിക്കൂട്ടിൽ നിന്നും 8 അടി നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. കല്ലിങ്ങൽ യൂസഫിന്റെ വീട്ടിലെ കിളിക്കൂട്ടിലാണ് മൂർഖൻ പാമ്പിനെ കണ്ടത്. കൂട്ടിൽ 27 കിളികളിൽ 20 കിളികളെ പാമ്പ് ഭക്ഷിച്ചു. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്നേക്ക് ക്യാച്ചർ വീരാൻകുട്ടി പള്ളിപ്പറമ്പിൽ മൂർഖൻ പാമ്പിനെ പിടികൂടി. ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ആമി എന്ന തപസ്യയുടെ കവിതാ സമാഹാരം വർണ്ണജാലകം തൃശൂരിൽ പ്രകാശനം ചെയ്തു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ തപസ്യ കലാസാഹിത്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ കല്ലറ അജയന് നൽകി പ്രകാശനം നിർവഹിച്ചു. സുനീഷ് നീതു ദമ്പതികളുടെ മകളായ ആമിയുടെ 38 കവിതകളാണ് പുസ്തകത്തിലുള്ളത്. തപസ്യ സംസ്ഥാന സെക്രട്ടറി TS നീലാംബരൻ, TP സുധാകരൻ, ശ്രീജിത്ത് തൊണ്ടയാട്, ശ്രീജ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മുസ്ലിം ലീഗ് ചാമക്കാല ശാഖാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ CH മുഹമ്മദ് കോയ മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് അലി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ശാഖാ പ്രസിഡന്റ് PK ഹംസ അധ്യക്ഷനായി. നേതാക്കളായ PA മൊയ്തു, PM സലീം, EK മുഹമ്മദ് ഹാജി, PK മുഹമ്മദ് അലി ഹാജി, KS അനിൽകുമാർ, VM സൈഫുദ്ദീൻ, റഹന റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. അധ്യക്ഷൻ ഘടക പ്രിയപ്പെട്ട ഇതിനൊരു പരിപാടി സംഘടിപ്പിച്ചു. ആശംസകൾ. കൂരിക്കുഴി മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് സിറാജുദ്ദീൻ സഖാഫി അധ്യക്ഷനായി. കയ്പമംഗലം ഇൻസ്പെക്ടർ M ഷാജഹാൻ, ചന്ദ്രാപിനി സ്കൂൾ പ്രധാന അധ്യാപകൻ KS കിരൺ, പഞ്ചായത്ത് അംഗം PM സൈനുൽ ആബുദ്ദീൻ, KK ഹംസ, സ്വാദിഖ് സഖാഫി, ഷമീർ സഖാഫി തുടങ്ങിയവർ സംസാരിച്ചു. വ്യത്യാസം ഇപ്പൊ ആളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. പല മോഡലായി എന്നാണ് പറയുന്നത്. കുട്ടി ഉപയോഗിക്കില്ലെന്ന് നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിലായി. അതാണ് നമ്മൾ ഭയപ്പെടുന്ന പ്രശ്നം. കുട്ടി ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. കയ്പമംഗലം വിജയഭാരതി LP സ്കൂളിൽ അക്ഷര കൈരളി തളിർ പദ്ധതിയുടെ ഭാഗമായി വിവിധ കൃഷികൾ ആരംഭിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ റസീന ഷാഹുൽ ഹമീദ് അധ്യക്ഷയായി. പ്രധാനാധ്യാപിക P ഷീന, PTA പ്രസിഡന്റ് ഉമർ അൽ ഫാറൂഖ്, കാർഷിക ക്ലബ് കൺവീനർ സീനത്ത്, സുബൈർ എന്നിവർ സംസാരിച്ചു. നീറ്റ് നെറ്റ് പരീക്ഷാചതി അവസാനിപ്പിക്കുക, കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികളുടെ ഭാവി തുലയ്ക്കരുത് എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് DYFI പ്രവർത്തകർ തൃശൂർ AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് AG's ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. നീറ്റ് പരീക്ഷ സുതാര്യമല്ലെന്ന് സുപ്രീം കോടതി കണ്ടെത്തുകയും നീറ്റ് പരീക്ഷയിൽ വലിയ കൊള്ള നടന്നിരിക്കുന്നുവെന്ന് തെളിയുകയും ചെയ്ത സാഹചര്യത്തിൽ നീറ്റ് പരീക്ഷ റദ്ദാക്കി സുതാര്യമായി വീണ്ടും പരീക്ഷ നടത്തണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത CPM ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ് ആവശ്യപ്പെട്ടു. DYFI ജില്ലാ പ്രസിഡന്റ് R ശ്രീലാൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം റോസൽ രാജ്, DYFI ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ്, വൈസ് പ്രസിഡന്റ് PR കാർത്തിക, ജോയിന്റ് സെക്രട്ടറി CS സംഗീത് തുടങ്ങിയവർ സംസാരിച്ചു. 22 കുട്ടികൾക്കാണ്.
ആകെ 720-ൽ 720 മാർക്ക് കിട്ടിയത് ഒരു കുട്ടിക്കാണ്. 720 മാർക്ക് കിട്ടുകയാണ്. പെൻഷൻ ദിനത്തിൽ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ പുതുക്കാട് സബ് ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. തോമസ് കളറത്തുകാരൻ അധ്യക്ഷത വഹിച്ചു. ഡേവിസ് വറീദ്, TT ബെന്നി, വർഗീസ് തെക്കേത്തല, മോഹൻലാൽ, K മല്ലിക തുടങ്ങിയവർ സംസാരിച്ചു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, ക്ഷാമാശ്വാസം 13% അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടിയിൽ ജനവിധിയുടെ പാഠങ്ങൾ എന്ന വിഷയത്തിൽ ചർച്ച സംഘടിപ്പിച്ചു. ഇടം എക്സിക്യൂട്ടീവ് അംഗം ഷൌക്കത്ത് കടങ്ങോട് മോഡറേറ്ററായി. ഇടം പ്രസിഡന്റ് പ്രീതി രാജേഷ്, MH നൌഷാദ്, അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണൻ, KK സുമേഷ്, സുബ്രു നമ്പിടി, KR രാധിക, NS സത്യൻ, ശങ്കർദാസ്, വിജയൻ മാസ്റ്റർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. പാവറട്ടി പഞ്ചായത്ത് അധികാരികളുടെ നിരുത്തരവാദ നിലപാടിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പാവറട്ടി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. തകർന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക, മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കുക, കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. പാവറട്ടി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല സേതുമാധവൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പാവറട്ടി മണ്ഡലം പ്രസിഡന്റ് ആന്റോ ലിജോ അധ്യക്ഷത വഹിച്ചു. ഹൌസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് ജോയ് ആന്റണി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി ജിൽസ് പാവറട്ടി, ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉണ്ണി പാവറട്ടി തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനല്ലൂർ ശ്രീ C അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിലെ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ കോളേജ് തല ഉദ്ഘാടനം കാലിക്കറ്റ് സർവകലാശാല മുൻ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ CC ബാബു നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ PS മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ ശ്യാമള വേണുഗോപാൽ, വൈസ് പ്രിൻസിപ്പൽ PK വിജയൻ, PTA വൈസ് പ്രസിഡന്റ് ജോസ് പൊന്തക്കാരൻ, അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് AM അരുൺ, കോളേജ് യൂണിയൻ പ്രതിനിധി പ്രജീഷ് ജയൻ, FIUGP കോർഡിനേറ്റർ ഡോക്ടർ ആസ്മിത തുടങ്ങിയവർ സംസാരിച്ചു. വളരെ ദീർഘവ്യാപകമായ രീതിയിലുള്ള ചർച്ചകൾക്കൊക്കെ ശേഷം മുന്നൊരുക്കങ്ങൾക്ക് ശേഷം മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് കോൺഗ്രസ് വഞ്ചനാ ദിനം ആചരിച്ചു. തൃശൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷന് മുന്നിൽ വിശദീകരണ യോഗം നടത്തി. ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക, മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. പ്രസിഡന്റ് TI രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഈ രാജ്യത്തെ അധ്യാപകരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദിനമാണ് ജൂലൈ 1. ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പാക്കി വന്നിരുന്നതാണ്. ആ 5 വർഷം 1968 മുതൽ ആ ഒരു 14 ശ്രീനാരായണപുരം പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന പൂഗ്രാമം പദ്ധതിയുടെ പഞ്ചായത്ത് തല നടീൽ ഉദ്ഘാടനം നടന്നു. ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പദ്ധതി ചെണ്ടുമല്ലി തൈകൾ നട്ട് പ്രസിഡന്റ് MS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അനൂജ C ലോനപ്പൻ, വാർഡ് മെമ്പർ സ്വരൂപ് പുന്നത്തറ, കൃഷി അസിസ്റ്റന്റ് പ്രദീപ്, കർഷകരായ പൂത്തോട്ട് സജിനി അഭയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്തിന്റെ അറിയിച്ചുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ ഇനി ആരെങ്കിലും ശരി നമുക്കെല്ലാവർക്കും വേണ്ടി ചേർന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർപ്പ് സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് മോഹനസുധൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CS മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സന്തോഷ് കുമാർ, ചേർപ്പ് ബ്ലോക്ക് സെക്രട്ടറി ടോമി പല്ലിശ്ശേരി, KGOU മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KJ കുര്യാക്കോസ്, ജോസ് വേലുക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ കോട്ടൂൽ കുഷ്ഠരോഗാശുപത്രിക്ക് സമീപമുള്ള റോഡരികിലെ മരം വെട്ടണമെന്ന ആവശ്യം ശക്തമാകുന്നു. മരം മുറിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിലും പൊതുമരാമത്ത് വകുപ്പിനും പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. റോഡരികിലെ മരത്തിന് സമീപം വൈദ്യുത ട്രാൻസ്ഫോമർ ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ചിട്ടുണ്ട്. ഫണ്ടില്ലാത്തതിനാൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പിരിവെടുത്ത് മരം മുറിക്കണമെന്ന നിർദ്ദേശമാണ് അധികൃതർ നൽകിയതെന്ന് സമീപവാസികൾ പറയുന്നു. മരം മുറിച്ചുമാറ്റി അപകടാവസ്ഥ ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു.
ഇപ്പോൾ ഈ മരങ്ങളിങ്ങനെ ഞാൻ നിൽക്കുകയാണ്, അത് എപ്പോഴാണ് പൊട്ടുമെന്ന് അറിയില്ല. അപ്പോൾ റോട്ടിലേക്ക് കൊമ്പോൾ ഞാൻ നിൽക്കുന്നുണ്ട്. അത് പൊട്ട് വീണാൽ അവിടെ ഇലക്ട്രിക് കമ്പിയുടെ പൊളിക്ക് വീണാൽ അവിടെ അപകടങ്ങൾ കൂടുതൽ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇടപെട്ട് ഞാൻ പഞ്ചായത്തിന് പരാതി കൊടുത്തു, PWD കൊടുക്കാൻ പറഞ്ഞ് അവിടെ കൊടുത്തു. അവിടെ കൊടുത്തു അവർക്ക് ഫണ്ടില്ല, മുറിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് വലിയ സംഖ്യയൊക്കെയാണ് പറയണത് കൊമ്പ് മുറിക്കാം. അതുകൊണ്ട് ഇടപെട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ആൾക്കാരെ ജീവൻ രക്ഷിക്കാനുള്ള എന്തെങ്കിലും മാർഗം ചെയ്തു തരും. അത്രേ ഇപ്പോൾ ഇതിൽ പറയാനുള്ളൂ. മറ്റത്തൂർ കുഴിക്കാണി പാടശേഖരത്ത് നടന്ന ക്രമവിരുദ്ധമായ തരം മാറ്റത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ മറ്റത്തൂർ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കിസാൻ സഭ പുതുക്കാട് മണ്ഡലം സെക്രട്ടറി TN മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. KV രാമദേവൻ അധ്യക്ഷത വഹിച്ചു. CPI പുതുക്കാട് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി CU പ്രിയൻ, ലോക്കൽ സെക്രട്ടറി VS ശ്രീജിത്ത്, റോയ് കല്ലമ്പി, KG ഷാജി എന്നിവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറിയായി TV ശിവരാമനെയും പ്രസിഡന്റായി KV രാമദേവനെയും തെരഞ്ഞെടുത്തു. പഴഞ്ഞി ഹൈസ്കൂളിന് സമീപം കൈതവളപ്പ് റോഡിലൂടെയുള്ള യാത്ര ദുരിതമായി. വെള്ളക്കെട്ട് ഒഴിവാക്കാനായാണ് റോഡിൽ മെറ്റലിട്ട് ഉയർത്തിയത്. എന്നാൽ മെറ്റൽ നിറഞ്ഞ റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. അരുവായി ജെറുസലേം ഭാഗത്തുനിന്ന് അയനൂർ കല്ലുംപുറം ഭാഗങ്ങളിലേക്ക് പോകുന്ന റോഡാണിത്. മെറ്റലിട്ട ഭാഗത്ത് ടാറിംഗ് നടത്തി റോഡ് നന്നാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചാലക്കുടി കൂടപ്പുഴ തിരുമാന്നാംകുന്ന് ദേവീക്ഷേത്രത്തിൽ മോഷണം. ഓട് പൊളിച്ച് ശ്രീകോവിലിൽ കടന്ന മോഷ്ടാവ് 10 ഗ്രാമിന്റെ ആഭരണങ്ങൾ മോഷ്ടിച്ചു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6600, പവന് 52,800, വെള്ളി ഗ്രാമിന് 94, പ്ലാറ്റിനം ഗ്രാമിന് 3673 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരുമനയൂരിൽ റോഡിലേക്ക് നാടൻ ബോംബെറിഞ്ഞ സംഭവത്തിൽ യുവാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ബോംബെറിഞ്ഞത് മാതാവുമായുള്ള തർക്കത്തെ തുടർന്നാണെന്ന് പ്രതിയുടെ മൊഴി. പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള നീക്കത്തിൽ നിന്ന് ടോൾ കമ്പനി പിന്മാറി. പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് കമ്പനിയുടെ പിന്മാറ്റം. പാലിയക്കര ടോൾ പ്ലാസയിൽ നിന്ന് അനുവദിച്ചിരുന്ന സൗജന്യ യാത്രാ പാസിന്റെ കാലാവധി 1 വർഷമാക്കി. തൃശൂരിന് ഇന്ന് 75ാം പിറന്നാൾ. ജില്ലയിൽ വ്യാപകമായി ആഘോഷ പരിപാടികൾ. തൃശൂർ ജില്ലയിൽ വീണ്ടും മഴ ശക്തമാകുന്നു. ചാവക്കാട് ഇരട്ടപ്പുഴയിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് 3 പേർക്ക് പരിക്ക്. തൃശൂർ റേഞ്ചിലെ 32 കള്ളുഷാപ്പുകൾ നഷ്ടത്തെ തുടർന്ന് അടച്ചുപൂട്ടിയിട്ട് 1 മാസം പിന്നിടുന്നു. വർഷങ്ങളായി ഈ മേഖലയിൽ പണിയെടുത്തിരുന്ന 200ഓളം തൊഴിലാളികൾ ഉപജീവന മാർഗമില്ലാതെ പ്രതിസന്ധി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.